സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നമ്മൾ ഇന്ന് കടൽക്ഷോഭം വാർത്തയായി വന്നത് കണ്ടു. തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ ജില്ലകൾ, കൊല്ലം ജില്ലകളിലടക്കം കരയിലേക്ക് ഇരച്ചു കയറുന്ന ഒരു പ്രതിഭാസമുണ്ടായി. ഈ ഒരു പ്രതിഭാസത്തിന് പിന്നിൽ കള്ളക്കടൽ എന്നൊരു പ്രതിഭാസം ആണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് പൂവാർ മുതൽ പൂന്തുറ വരെ തീരമേഖലയിൽ കടൽ കരകയറി. പൂന്തുറ, വലിയതുറ മേഖലകളിൽ വലിയ തിരമാലകളാണ് അടിച്ചത്. പൊഴിയൂരിൽ വീടുകളിൽ വെള്ളം കയറി. കടലാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊഴിയൂരിലും അടിമലത്തുറയിലും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ അടിമലത്തുറ പ്രദേശം സന്ദർശിച്ചു. കോവളത്തും കടൽ കയറിയതിനാൽ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. പെരുമാതുറ അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം അഞ്ചുതെങ്ങ് പോലീസ് നിയന്ത്രിച്ചു. മുതലപ്പൊഴി ബീച്ചിലും വെള്ളം കയറി. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് ശക്തമായ രീതിയിലുള്ള കടൽക്ഷോഭമാണ് ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടത്. രാവിലെ പുറക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശത്ത് 300 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞു. ചേർത്തല, അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി താലൂക്കുകളുടെ തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽക്ഷോഭമുണ്ടായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. തൃശൂർ പെരിഞ്ഞനം ബീച്ചിലാണ് ഇന്ന് ഉച്ച മുതൽ കടലേറ്റമുണ്ടായത്. പെരിഞ്ഞനം സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറി. കടലാക്രമണത്തിൽ വരാഹം ഗ്രൂപ്പിൻ്റെ മത്സ്യബന്ധന വല നശിച്ചിട്ടുണ്ട്. എന്നാൽ വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാർ ചേർന്ന് തീരമേഖലയിൽ നിന്നും നീക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.